നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് സേതുവിന്റെ പല്ലവിയുടെയും ആദ്യ രാത്രി കുളവാക്കാനായിട്ട് ഇന്ദ്രനും പ്രതാപനും ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. പക്ഷെ വെറുതെയായി, വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. കാരണം അതൊന്നും കുളവാക്കാനായിട്ട് അവരെ കൊണ്ട് പറ്റുന്നില്ല. ശ്രീഹരിക്കും അച്ഛനും സംശയമുണ്ട്. പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പം ഇത് ഇന്ദ്രനെ ഹെൽപ്പ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ല പ്രതാപന്. അപ്പൊ ആ ഒരു സംശയം ശ്രീഹരി അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നില് എന്തേലും ഒരു വ്യക്തമായ ലക്ഷ്യം കാണും. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞല്ലോ, അപ്പൊ ആദ്യരാത്രി കുളവാക്കാനാണോ വന്നേന്നൊരു സംശയം. അങ്ങനെയാണെ കാണിച്ചു കൊടുക്കാം എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. പിന്നീട് പ്രതാപനകത്തേക്ക് കയറിട്ട് പൂർണ്ണിമ എടുത്ത് നിന്നിട്ട് പറഞ്ഞു, പൂർണ്ണിമേച്ചി, ഞാൻ എന്താളും കുറച്ച് ദിവസം ഇവിടെ നിൽക്കും, എന്നെ ഓടിച്ചു വിടരുത് എന്നൊക്കെ പറഞ്ഞ് കയ്യെ കാലേ വീഴുവാണ്. അനുജനല്ലേ, ഇനിയിപ്പോൾ ഇറക്കി വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം പൂർണ്ണിമ എന്താണെങ്കിലും പ്രതാപനെ അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. പ്രതാപൻ അവിടെ നിൽക്കുന്നതിനോട് സ്വാതിക്കോ അച്ഛനോ ശ്രീഹരിക്കോ അവർക്ക് ആർക്ക് യാതൊരു യോജിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. സേതുവിന്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം പ്രതാപൻ വെറുതെ ഇരിക്കില്ല, എന്തേലും കുരുത്തക്കോട് ഒപ്പിച്ചുകൊണ്ടാ വരത്തുള്ളൂ. അതൊക്കെ നന്നായിട്ട് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഇടയ്ക്ക് പ്രതാപൻ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പം ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുക. അങ്ങനെ ഇന്ദ്രന്റെ അടുത്തേക്ക് ഇന്ന് രണ്ടുപേരും കൂടെ മാറിപ്പോയെന്ന് സംസാരിക്കുക. ആ സമയത്ത് ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു, എടാ എങ്ങനെയെങ്കിലും ഇതേ ആദ്യ രാത്രി ഒന്ന് കുളവാക്കണം, കണ്ടില്ല രണ്ടുപേരുടെ സന്തോഷം. ഇത് കേട്ടതും പ്രതാപൻ പറഞ്ഞു, ഇന്ദ്ര നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, അതിനുള്ള പരിപാടികളൊക്കെ ഞാൻ ഒപ്പിക്കാം. എന്തൊപ്പിക്കാനായിട്ട്? ആദ്യ രാത്രി പാലക്കായിട്ടായിരിക്കുമല്ലോ പോകുന്നേ. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് കുറച്ച് ഉറക്കുകുളിയും അങ്ങോട്ട് കലർത്താം, അതോടുകൂടി രണ്ടിൻ്റെയും കാര്യം ഓക്കെ. അത് ശരിയാ, നല്ല ഐഡിയ. പക്ഷെ അത് വർക്കാവോ? വർക്കാക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ മെനക്കെട്ട് ഇറങ്ങണേ. വെറുതെ ഒന്നും അല്ല ഞാൻ പ്രതാപം വന്നിരിക്കുന്നത്, അതിനുള്ള പരിപാടികളൊക്കെ ഒപ്പിച്ചോണ്ടാ വന്നിരിക്കുന്നത്. അത് കേട്ടപ്പം ഇന്ദ്രന് സന്തോഷമായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ അവിടെ മറിഞ്ഞെന്ന് അച്ചു കേൾക്കുന്നുണ്ടായിരുന്നു. അച്ഛനറിയാം എന്തേലും ഒരു കാര്യം ഒപ്പിക്കുന്ന അച്ഛന് നന്നായിട്ട് അറിയായിരുന്നു. അത് ശ്രീഹരി പറയുകയും ചെയ്തു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ, അങ്ങനെയാണ് കാണിച്ചു കൊടുക്കാം എന്നൊരു ചിന്ത അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പം അച്ചുവും ശ്രീഹരിയൊക്കെയാണ് മണിയറ അലങ്കരിക്കാനായിട്ട് പോകുന്നത്. പല്ലവിയുടെ സേതുവിന്റെ ആദ്യ രാത്രിയല്ലേ. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇന്ദ്രനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇന്ദ്രന് ദേഷ്യമാണോ സങ്കടമാണോ ഒന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. താൻ ഏറെ ആഗ്രഹിച്ച പെണ്ണാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പം സേതുവിന്റെ കൈകളിലാ. ഇനിയിപ്പം അവളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തനിക്ക് അവകാശമില്ല. കൈ കിട്ടിയ സ്വർണത്തെ വലിച്ചെറിഞ്ഞവനാ താൻ എന്നൊരു ചിന്ത ഇന്ദ്രന്റെ മനസ്സ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവളുടെ സേതുവിന്റെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി. അതൊക്കെ ഓർത്തപ്പോ ഇന്ദ്രന് സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രന് നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും മേലാത്തൊരവസ്ഥ. നാദിരാത്രിയും കൂടെ ആഘോഷിച്ചാൽ തീർന്നു, അവര് പിന്നെ ഒന്നാവുമല്ലേ. പിന്നെ തനിക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ആ ഒരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിൽ. ശ്രീഹരിയും അച്ഛൻ ഒന്നിനും ഒരു കുറവും വരുത്തില്ല. മണിയറയൊക്കെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചു. കുറെ പൂവ് മിച്ചമുണ്ടായിരുന്നു. പിന്നീട് ശ്രീഹരിയോട് പറഞ്ഞു, ഇന്നത്തെ ഇവിടെ മണിയറയൊക്കെ നല്ല അടിപൊളിയായിരിക്കണം. ആ ഇന്ദ്രൻ എങ്ങാനും ഇവിടെ പാസ് ചെയ്തു പോയാൽ കാണണം അവൻ ഈ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ. അത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു, അവനല്ലേ തന്നെ ഇപ്പൊ സമനില തെറ്റിയ മട്ടിലാ നടക്കണേ. അതെ, അവൻ അങ്ങനെ തന്നെ നടക്കണം. അവനിട്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അടിയായിരിക്കണം അത്. പക്ഷെ ഋതുവിന്റെ കാര്യം ഓർത്തിട്ടാ വിഷമം. അവന്റെ ചതി എന്താന്ന് ഋതു മനസ്സിലാക്കുന്നില്ലല്ലോ. ശ്രീഹരി പറഞ്ഞു, സാരമില്ല അച്ചു, അതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയണം. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പം ഇന്ദ്രൻ നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. ഉച്ചയ്ക്കാണെങ്കിൽ സദ്യ പോലും നേരാവണ്ണം കഴിച്ചിട്ടില്ല. ആ സമയത്ത് ഋതു അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിച്ചു, അല്ല എന്താ ജിത്ത, എന്ത് പറ്റിയെന്ന് ചോദിക്കുക. ഒന്നുമില്ല. അല്ല ജിത്താണെങ്കിൽ ഉച്ചയ്ക്ക് നേരെ ആഹാരം പോലും കഴിച്ചില്ലല്ലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു, ആഹാരം കഴിക്കാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഋതു, എനിക്കിഷ്ടമില്ല എന്നുള്ള കാര്യം. ഈ കുടുംബത്തെ മൊത്തം നാണം കെടുത്തിയിട്ടല്ലേ ഈ കല്യാണം. അല്ല ജിത്ത് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? നമ്മുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് എത്രമാത്രം ഓടി നടന്ന പല്ലവി, അതെങ്കിലും മനസ്സിലൊന്ന് ഓർത്താൻ പോരെ. സേതുവേണ്ണ അത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എത്രമാത്രം വിഷമായെന്നോ. ജിത്തിനെന്ത് പറയാം, പക്ഷെ എനിക്ക് അവരെ മറക്കാൻ കഴിയുമോ? എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിൽ ഈ വീട്ടുകാരെ മൊത്തം സമാധാനിപ്പിച്ച് ഈ കല്യാണത്തിലേക്ക് നയിച്ച പല്ലവിയ. അപ്പൊ പല്ലവിയോട് എനിക്ക് വെറുപ്പ് കാണിക്കാൻ സാധിക്കില്ല ജിത്തെ. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇന്ദന് ഭയങ്കര ദേഷ്യമായി. അപ്പം ഇവളും അവരുടെ സൈഡാണ്. ഇങ്ങനെയാണെങ്കിൽ താൻ പെട്ടുപോകും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ലക്ഷ്മിയമ്മ നല്ലൊരു പാൽപ്പായസമൊക്കെ ഉണ്ടാക്കുവാണ്. പാൽപ്പായസമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേനും മയൂരി വന്നിട്ട് ഇതെന്താമ്മേ ഇന്ന് പ്രത്യേകത എന്താ? അത് പിന്നെ ഇന്ന് അച്ഛനും മോളും കൂടെ വന്ന ദിവസമല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു പാൽപ്പായസം ഞാൻ തയ്യാറാക്കിയതാ. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കാൾ ഉപരി തൻ്റെ മകൻ്റെ പല്ലവിയുടെ കല്യാണം വരുന്ന കല്യാണ ദിവസം, അത് പറയാൻ പറ്റില്ലല്ലോ അവിടെ.
അങ്ങനെ മയൂരി ഇത് കേട്ടൻ പറഞ്ഞു, കൊള്ളാം, അച്ഛൻ വന്നതിന്റെ സന്തോഷത്തിലല്ലേ, അപ്പൊ മോളെ കണ്ടതിന്റെ സന്തോഷമില്ല ഉണ്ടെന്നേ, രണ്ടുപേരും കണ്ടതിന്റെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ പായസമൊക്കെ ആയിട്ട് നേരെ വേണുവിന്റെ അടുത്തേക്ക് എല്ലുവാണ്. വേണു പറഞ്ഞു, അതെന്താ ഇന്ന് പ്രത്യേകത? അത് വേണുവേട്ടൻ വന്നതിന്റെ സന്തോഷം. ഓഹോ, അപ്പൊ അതാണല്ലേ. അങ്ങനെ വേണു പായസമൊക്കെ മേടിച്ചു കുടിച്ചു. എത്ര ദിവസമായി നിന്റെ കൈ കൊണ്ടൊരു ആഹാരം കഴിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ കൊതിയാവുന്നുണ്ടായിരുന്നു ലക്ഷ്മി. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ, ഇനിയിപ്പോ വേണുവേട്ടന് എന്ന് ഞാൻ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാമല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ശൈലജ അങ്ങോട്ടേക്ക് വരുന്നേ. ശൈലജ വന്നിട്ട് ചോദിച്ചു, അല്ല ഇതെന്താ വേണുവേട്ടാ, വേണുവേട്ടൻ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? അല്ല ഞാൻ ഈ പായസം കുടിച്ചിട്ട്. ഓ, ഇതെന്താ ലക്ഷ്മി, ആഹാരം കഴിക്കുന്നതിന് മുമ്പ് പായസം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ലക്ഷ്മിയെ ചീത്ത പറയണം. അപ്പോഴേക്കും വേണു പറഞ്ഞു, അതെന്താ പായസം കുടിച്ചാൽ കുഴപ്പം, ഒരു മധുരം കഴിച്ചെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം ലക്ഷ്മി എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ട് കൊടുത്താൽ അത് ശൈലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ശൈലജ പറഞ്ഞു, ഞാൻ വേണുവേട്ടനായിട്ട് എന്തൊക്കെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന അറിയാവോ? പായസം കുടിച്ചാൽ പിന്നെ അതൊക്കെ കഴിക്കാൻ പറ്റുമോ? അതൊക്കെ കഴിക്കാം, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ശൈലജ എന്ന് പറയണം. ശൈലജ ദേഷ്യപ്പെട്ട് ലക്ഷ്മിനെ ഒന്ന് നോക്കി. ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ശൈലജയ്ക്ക്. ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും വേണു പറഞ്ഞു, അവൾ അങ്ങനെയൊക്കെ പറയും, നീ അത് കാര്യമാക്കിയിട്ട് എടുക്കണ്ട. അപ്പോഴേക്കും മയൂരി വന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ അപ്പച്ചി എന്നാ അമ്മയോടൊരു നല്ല വർത്താനം പറഞ്ഞ് കേട്ടേക്കുന്നേ? ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ജനിച്ചതിന് ശേഷം ഇതുവരെ ആയിട്ടും ഞാൻ കേട്ടിട്ടുള്ള കാര്യമല്ല. എപ്പം നോക്കിയാലും അമ്മയെ കുറ്റപ്പെടുത്താനേ സമയമുള്ളൂ. അല്ല ഇതിന് പപ്പായൊന്നും പറയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ. പപ്പ എന്തേലും തിരിച്ചു പറയുവാണെങ്കിൽ അപ്പച്ചി ഒന്നും മിണ്ടാതിരുന്നോളും. അല്ലെങ്കിൽ അമ്മ പറയണം. അമ്മയാണെങ്കിൽ അത്രയും കൂടെ ഒന്നും പറയത്തില്ല. ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊന്നും സാരമില്ല മോളെ, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയണ. ലക്ഷ്മിയമ്മയ്ക്ക് പണ്ടോട്ട് വഴക്കുണ്ടാക്കുന്നതിനോടൊന്നും ഒട്ടും താല്പര്യമില്ല. കുടുംബത്തിൽ കിടന്ന് അലമ്പും വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. സഹിക്കാൻ പറ്റുന്നൊക്കെ സഹിച്ച് ക്ഷമിച്ചു അങ്ങോട്ട് പോവാം. പക്ഷെ മയൂരിയുടെ സ്വഭാവം അല്ല. മയൂരിക്ക് അങ്ങനെയല്ല, വെട്ടുന്നു മുറി രണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ച് പ്രതികരിക്കുന്ന സ്വഭാവം മയൂരിക്ക്. അതുകൊണ്ട് അവളുടെ അപ്പച്ചി എന്ത് കാണിച്ചാലും അത് തെറ്റാണെങ്കിൽ അപ്പൊ തന്നെ അവൾ വിളിച്ചു പറയുകയും ചെയ്യും. അത് മുഖത്ത് നോക്കി പറയുകയും ചെയ്യും. അത് ആ കാര്യത്തിലൊന്നും മയൂരിക്ക് ഒട്ടും പേടിയില്ല താനും. പിന്നീട് അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും സേതുവും പല്ലവി എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിൽക്കുന്ന സമയത്ത് അച്ഛൻ ഇങ്ങോട്ടേക്ക് നിന്നു. അച്ഛൻ എന്നിട്ട് ചോദിച്ചു, അല്ല ഇങ്ങനെ നിന്നാ മതിയെന്ന് നിൽക്കും. എന്താ? ആദ്യരാത്രിക്ക് മണിയറയൊക്കെ ഞങ്ങൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കേട്ടത് പല്ലവിയുടെ മുഖത്തൊരു ഇതൊക്കെ നാണം വെക്കുന്നു. അപ്പോഴേക്കും കണ്ടില്ലേ രണ്ടുപേരുടെ നാണം എന്നൊക്കെ അച്ചു പറയാണ്. പിന്നീട് അച്ഛൻ നേരെ അടുക്കളയിലേക്ക് നിന്നു. അടുക്കളയിലേക്ക് നിന്ന് പാലൊക്കെ കാച്ചി വെച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അച്ഛൻ്റെ മനസ്സിലുണ്ട് പ്രതാപൻ എന്താക്കി ആരിലും എന്തെങ്കിലും പണി ഒപ്പിക്കും എന്നുള്ള കാര്യം. പിന്നീട് അച്ഛൻ ചെയ്ത് മറിഞ്ഞ് നോക്കി എന്തെങ്കിലും ഒപ്പിക്കാൻ വരുന്നുണ്ടോന്ന്. കാരണം കണ്ണ് തെറ്റിട്ടുണ്ട് എന്തെങ്കിലും കാണിക്കും നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നീക്കണമെന്ന് അച്ചുവിനറിയാം. അതുകൊണ്ട് അച്ചു പാലൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ട് വെച്ചു. കാരണം ആരും അതിനകത്തൊന്നും കലക്കാനായിട്ട് അച്ചു അനുവദിച്ചില്ല. പിന്നീട് വന്നിട്ട് പല്ലവിയോട് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, പാലൊക്കെയായിട്ട് അകത്തേക്ക് കയറി പൊയ്ക്കോളാൻ പറയണം. സേതുവേട്ടനും ചെല്ല, രണ്ടുപേരും കൂടി ഇനി ഇവിടെ നിന്ന് ശൃംഗരിക്കണ്ട എന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു. ഇന്ദ്രൻ വന്ന് നോക്കുവാണ്. ഇന്ദ്രനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പാലിനകത്ത് കലക്കാന്നൊക്കെ ഓർത്ത് വന്നാ, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ അതിൻ്റെതായ ഒരു ദേഷ്യവും സങ്കടം ഉണ്ടായിരുന്നു. ഇന്ദ്രൻ അവിടെ വന്ന് ഇങ്ങനെ വട്ടം വിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും പാലും ഗ്ലാസ്സൊക്കെ പല്ലവിയുടെ കയ്യിൽ കൊടുത്തിട്ട് അച്ചു പറഞ്ഞു, ദേ മുറിയിലേക്ക് കയറി പോകാൻ പറയാം. അങ്ങനെ പല്ലവി എന്ത് ചെയ്യണം, ഒരു കൂടെ നിറയെ കുറെ പൂവും ഒരു ഗ്ലാസ് നിറച്ച പാലൊക്കെ ആയിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രനെ ഒരു നോട്ടം അങ്ങോട്ട് നോക്കി. ഒരു ഒന്നൊന്നര നോട്ടം. എങ്ങനെ ഉണ്ടാന്നൊരു മട്ടിലായിരുന്നു. ആദ്യ രാത്രി അവിടെ ആഘോഷിക്കാൻ പോയ കാര്യം പല്ലവിക്ക് നല്ല ഓർമ്മയുണ്ട്. പല്ലവിയുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോ ഇന്ദ്രന് ഒരു നൈസായിട്ടോ ഡ്രസ്സ് കൊടുത്തെന്ന് ഇടാൻ പറഞ്ഞതും. പിന്നെ അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു പല്ലവിക്ക്. ആദ്യ രാത്രി തന്നെ കാമുകിമാരെ വിളിച്ചോണ്ടിരുന്നു. അങ്ങനെ ഇന്ദ്രനൊന്ന് പല്ലവിയെ നോക്കി. ഈ നോട്ടം സേതു ശ്രദ്ധിച്ചു. പിന്നീട് ഇന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും സേതു, നീ എങ്ങോട്ടാ പോകുന്നേ? എനിക്ക് നിന്നോട് രണ്ടു വാക്ക് സംസാരിക്കണ്ട, അവിടെ നിൽക്കടാന്ന് പറയണം. ഇന്ദ്രൻ ചോദിച്ചു, എന്ത്? എടാ ഇന്ന് എൻ്റെ പല്ലവിയുടെ ആദ്യരാത്രിയാ, ഒന്ന് ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ട് പോടാ. ഇത് കേട്ട ഇന്ദ്രന് ദേഷ്യമായി. ഈ സമയം സേതു പറഞ്ഞു, ആദ്യരാത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാലോ, എല്ലാം കൊണ്ടും ഞാനും പല്ലവിയും ഒന്നാൻ പോവാ. ഇത്രയും നാളും ഞങ്ങൾ രണ്ടായിരുന്നു, പക്ഷെ ഇന്നു മുതൽ അങ്ങനെയല്ല. പല്ലവി എന്റേതും ഞാൻ പല്ലവിയുടേതാവാൻ പോവാ. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന്? ഓ, നിനക്ക് പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ ആദ്യരാത്രി മുമ്പ് കഴിഞ്ഞാണല്ലോ എന്ന് പറഞ്ഞൊരു കൊട്ട് കൊടുക്കുകയും ചെയ്തു. കല്യാണത്തിന് മുമ്പ് കഴിഞ്ഞായിരുന്നല്ലോ. അത് കേട്ടപ്പോൾ ഇന്നെ നല്ല ദേഷ്യം വന്നു. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്നാ ശരി, ഓക്കെ, ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യനെ ഒന്ന് നോക്കി ഒന്ന് കളിയാക്കിയിട്ട് സേതു അങ്ങോട്ട് കയറി കഥ അടച്ചു. ഇന്ത്യനെ സമനില ഇട്ടെന്ന് പോലെ തോന്നി. എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പ്രതാപനെ പാലിനകത്ത് കലക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ പരിസരത്തും കൂടെ കണ്ടിട്ടില്ല. ഇന്ദ്രനും അത് പറ്റിയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ദേഷ്യ സങ്കടമൊക്കെ മനസ്സിലുണ്ടായിരുന്ന സാധനം. അങ്ങനെ മുറിയിലേക്ക് ഒന്ന് പല്ലവി പാലൊക്കെ അവിടെ വെച്ചിട്ട് സേതുവിനെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം സേതു പറഞ്ഞു, എത്ര നാളായിട്ട് നമ്മുടെ ആഗ്രഹം അല്ലേ
ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. ഇന്ന് കല്യാണം നടക്കും, നാളെ കല്യാണം നടക്കും എന്ന് പറഞ്ഞ് കുറേ നാളായി ഇങ്ങനെ നീട്ടി നീട്ടി പോന്നേ. പക്ഷെ ഓരോ കാരണത്താൽ അത് ഓരോ തവണ മുടങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നീട് പല്ലവി സേതു കെട്ടിപ്പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആദ്യരാത്രിക്ക് അവിടെ തുടക്കം കുറിക്കുക. ഈ സമയം ഇന്ദ്രൻ മുറിയിലേക്ക് വന്നു. മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഹൃദയ ചോദിച്ചു, അല്ല ജിത്ത് കിടക്കണില്ലേന്ന് ചോദിക്കും. കിടക്കാന്ന് പറയണ. അങ്ങനെ ഇന്ദ്രൻ കിടന്നു. പക്ഷെ ഇന്ദ്രന് ഉറങ്ങാൻ പറ്റുമോ? ഇന്ദ്രനൊന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റില്ല. കണ്ണടച്ചു കഴിഞ്ഞാൽ സേതുവും പല്ലവിയാ. ഇന്ന് അവരുടെ ആദ്യരാത്രിയാ. ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറം. ഒടുവിൽ ഇന്ദ്രൻ എഴുന്നേറ്റു. ഇന്ദ്രൻ എഴുന്നേറ്റിട്ട് മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഇന്ദ്രന് ഭ്രാന്തിളകാൻ തുടങ്ങി. കുറെ സമയം കഴിഞ്ഞ് ഋതു ഒന്ന് മയങ്ങിക്കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്ദ്രനെ അടുത്തില്ല. അപ്പോഴേക്കും നോക്കിയപ്പം അവിടെ നിൽക്കുന്നുണ്ട്. ഭിത്തിക്കിട്ട് കൈയൊക്കെ ഇങ്ങനെ ഇടിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് പല്ലവിയല്ല ഋതു വിളിച്ചു. ജിത്തേന്ന് വിളിക്കുകയാണ്. ഒരു നിമിഷം ഇന്ദ്രൻ ഞെട്ടിത്തെരിച്ച് നോക്കുക. ഇന്ദ്രന് എന്താ സംഭവിക്കുന്നത് ഇന്ദ്രന് പോലും അറിയത്തില്ല. കാരണം സമ്മതം എറ്റുന്നൊരു അവസ്ഥയിലേക്ക് ഇത്രയും കാലത്തെ പോലെയല്ല. അവർ രണ്ടുപേരും ഒന്നാകാൻ പോവാണോ എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു. അപ്പൊ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഇന്ദ്രന് കിട്ടാനുള്ള പണി കിട്ടി. അത് അവരുടെ ആദ്യരാത്രി ആഘോഷിക്കുന്ന സമയത്ത് ഉറക്കമില്ലാതെ ഇന്ദ്രൻ ഇപ്പുറേ കിടക്കുക. ഇന്ദ്രന് ചിന്തിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.